നദിയായി നിറഞ്ഞുവാൻ നീ എന്റെ കിനാവില சுவாசமின்றி தவிக்கிறேனே உனது மூச்சில் பிழக்கிறேனே இதழ்களா நிரப்பிடவா பெண்ணே நினைவு எங்கோ நீந்தி செல்ல கனவு வந்து கண்ணை கிள்ள நிழயது நிஜம். നീ എണ്ണീച്ചോ? അല്ല മോൾ എണ്ണീച്ചില്ലേ മാനവ്? അവൾ എണ്ണീച്ചമ്മേ, ഫ്രഷാകാൻ പോയേക്കുവാ. അമ്മ എന്തായാലും എനിക്കുള്ള കോഫി എടുക്കും. അല്ല മാനവ്, നീ ഇന്ന് തൊട്ടാണോ അതോ അടുത്ത ആഴ്ച തൊട്ടാണോ കോളേജിൽ ജോയിൻ ചെയ്യുന്നത്? ഏയ്, അടുത്ത ആഴ്ചത്തേക്ക് നീട്ടുന്നില്ല, ഇന്ന് തന്നെ ഞാൻ ജോയിൻ ചെയ്യും. അല്ല അമ്മ, എനിക്കുള്ള കോഫി ഇത്രയായിട്ടും എടുത്തില്ലേ? ആ മാനവ്, നീ പോയി ഫ്രഷ് ആയിട്ട് വാ. അപ്പോഴത്തേക്ക് ഞാൻ നിനക്കുള്ള കോഫി മോളുടെ കൊടുത്തു വിടാം. പിന്നെ നീ ഇന്ന് ജോയിൻ ചെയ്യുന്നതൊക്കെ കൊള്ളാം. അവിടെ പോയി നിന്റെ തനിച്ച വളരെ അടുത്ത് കാണിക്കാൻ നിൽക്കല്ലേ. അമ്മേ, അവിടെ എന്ത് ചെയ്യേ? നേരത്തെ പോയോ? ഇവിടെ ഒന്നും കാണുന്നില്ല. മോനെ, അവള് നേരത്തെ പോയി. എന്നാ നിന്നോട് പറയാനാണോ പോയത്? അല്ലച്ചാ, ഒന്നുമില്ല. ഇവിടെ എന്നോട് പറയാതെ എന്തിനാ പോയത്? പറഞ്ഞിട്ട് പോയി, ഇവക്ക് അറിയത്തില്ലേ? വൈകിട്ടൊന്ന് വരട്ടെ. നീ നോക്ക് ശിവ, നീ കാരണം ഇവിടെ ഒരു പ്രോബ്ലം പോലും ഉണ്ടാകാൻ പാടില്ല. നിനക്കറിയാലോ, നീ നേരത്തെ തൊട്ട് ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാന്ന്. പിന്നെ എന്നെ പോലെ ആയിരിക്കില്ല എല്ലാവരും. നിനക്ക് മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നേ? എനിക്ക് സച്ചുവേട്ടാ, കോളേജ് ആയാലും അടിച്ചു പൊളിക്കണം. അല്ലാതെ ഇങ്ങനെ ചുമ്മാ മൂകത അടിച്ച് നടക്കാനൊന്നും എന്നെ കിട്ടില്ല. പിന്നെ വലിയ വലിയ പ്രശ്നങ്ങളൊക്കെ വരാതെ ഞാൻ നോക്കിക്കോളാം. അതുപോലെ മോളെ ശിവ, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. പിന്നെ മാനവി എവിടെ? അവളെ കാണുന്നില്ലല്ലോ. അവളോട് വന്നിട്ട് വേണം എനിക്ക് പോവാൻ. അയ്യോ ഏട്ടാ, അവള് നേരത്തെ വന്നായിരുന്നു. വാഷ്റൂമിൽ പോയതാ. ഞാനത് ഏട്ടോട് പറയാൻ മറന്നു. അല്ല മോളെ, ഞാൻ ചോദിക്കാൻ മറന്നു. മാനവി ഇന്നല്ലേ കോളേജിൽ ജോയിൻ ചെയ്യുന്നേ? അങ്ങേര് ജോയിൻ ചെയ്യോ ജോയിൻ ചെയ്യാതിരിക്കോ എന്തേലും ചെയ്യും. ഞാൻ എന്തിനാ അങ്ങയുടെ കാര്യം നോക്കുന്നേ? അങ്ങയുടെ കാര്യം നോക്കാൻ വീട്ടിൽ പലരും ഉണ്ട്. പിന്നെ ഞാൻ നോക്കേണ്ട കാര്യമൊന്നുമില്ല. അല്ല, ദേ വരുന്നു അവള്. ഞാൻ പോവാ. അല്ല, സച്ചുവേട്ടൻ പോയില്ലായിരുന്നോ? നീ വരാതെ സച്ചുവേട്ടൻ പോകത്തില്ലല്ലോ. പിന്നെ രണ്ടുപേരും കണ്ണി നോക്കി നിൽക്കാതെ വരാൻ നോക്ക്. ഒന്നാമത് നമ്മള് താമസിച്ചു. മാനവി, നോക്കിയേ, നിന്റെ ഏട്ടൻ എന്താ ഇവിടെ? അത് കൊള്ളാം. നമ്മളെല്ലാം ഒരേ വീട്ടിലല്ലേ താമസിക്കുന്നേ, എന്നിട്ടും നീ അറിഞ്ഞില്ല? ഏട്ടൻ നമ്മുടെ കോളേജിലാണ് ജോയിൻ ചെയ്തത്. എനിക്കറിയില്ലടാ. പിന്നെ ഞാനാരോടും തിരക്കിയില്ലാന്ന് പറയുന്നതായിരിക്കും ശരി. നിനക്കറിയാലോ കാര്യങ്ങളൊക്കെ. പക്ഷെ അപ്പച്ചി പോലും എന്നോട് പറഞ്ഞില്ല. ഗുഡ് മോർണിംഗ് ടു ഓൾ. എൻ്റെ പേര് മാനവ് മഹാദേവ് വർമ്മ. ഞാൻ നിങ്ങളുടെ പുതിയ മാത്സ് പ്രൊഫസറാണ്. പിന്നെ എൻ്റെ ക്ലാസ്സിൽ ഉഴപ്പി നടക്കുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. ഞാൻ പഠിപ്പിക്കുന്ന എന്താണോ അത് പിറ്റേ ദിവസം അതേപോലെ പഠിച്ചുകൊണ്ട് വന്നിരിക്കണം. എല്ലാ ദിവസവും ഞാൻ എക്സാം ഇടുന്നതാണ്. മാർക്ക് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പണിഷ്മെന്റ് തരുന്നതായിരിക്കും. പിന്നെ നിങ്ങളുടെ ക്ലാസ്സിലെ ലീഡർ ആരാ? നദിയായി നിറഞ്ഞുവാൻ നീ. ഓക്കെ, ഞാൻ എല്ലാവരോടും പറയാൻ ഏൽപ്പിക്കുന്ന കാര്യം, അതായത് എക്സാമിൻ്റെ കാര്യം, നോട്ട് വെക്കുന്നത്, അല്ലാതെ വല്ല നോട്ടീസ് വരുവാണെങ്കിൽ അതിൻ്റെ കാര്യം, ഇതൊക്കെ ഞാൻ തന്നോടായിരിക്കും പറയുന്നത്. താൻ അത് കൃത്യസമയത്ത് ക്ലാസ്സിൽ പറയുകയും ചെയ്യണം. കേട്ടല്ലോ? ഓക്കെ സാർ. ഇയാളെന്നെ നരകിപ്പിക്കാൻ വേണ്ടി ഇറങ്ങിയതാന്ന് തോന്നുന്നു. എനിവേ, ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? സാർ, അല്ല സാർ, എനിക്കൊരു ഡൗട്ട്. അത് പിന്നെ സാറ് മാരീഡ് ആണോ? എനിക്ക് ഇമാതിരി ചോദ്യത്തിനോടൊന്നും വലിയ താല്പര്യമില്ല. എന്നാലും ഞാൻ പറയാം, ഞാൻ മാരീഡാ. ശിവ, നീ കേട്ടോ ഏട്ടൻ പറഞ്ഞത്? ഏട്ടന്റെ സ്വഭാവം വെച്ച് ഏട്ടൻ ഇങ്ങനെ അല്ലല്ലോ പെരുമാറേണ്ടത്. അതിശയം തന്നെ. എനിക്കറിയത്തില്ല. ഇമാതിരി ചോദ്യമൊക്കെ ചോദിച്ചോണ്ട് അങ്ങനെ അടുത്തോട്ട് ചെന്നാ
ഇങ്ങനൊന്നും അല്ല പെരുമാറേണ്ടത്. ഇത് എന്ത് പറ്റിയോ എന്തോ, രാവിലെ വല്ല തലക്കടിയും കിട്ടി കാണും. ആ മാനു, എനിക്ക് നല്ല തലവേദന, ഞാൻ പോയി ഫ്രഷ് ആയിട്ട് വരാം. നീ എന്തായാലും പോയി ഫ്രഷ് ആയിട്ട് കേട്ടോ. ശിവാംഗി, നീ എന്തിനാ എന്റെ മാനവിന്റെ റൂമിൽ കയറിയത്? നിനക്ക് നാണമില്ലേ? ഇത് ഞങ്ങളുടെ ബെഡ്റൂം അല്ലേ? എന്തിനാ ഇതിനകത്തോട്ട് വലിഞ്ഞു കയറാൻ വന്നത്? സ്റ്റോപ്പ് ഇറ്റ് ദിയ. ശിവയോട് സോറി പറ. നോക്ക് മാനവ്, അവള് നാദങ്ങളുടെ മോളായിരിക്കാം. എന്ന് കരുതി നമ്മുടെ ബെഡ്റൂമിൽ ആവശ്യമില്ലാതെ ആര് കടന്നു വരുന്നത് എനിക്ക് ഇഷ്ടമല്ല. ഐ ആം സോറി ദിയ, ഞാൻ പെട്ടെന്ന് അറിയാതെ കയറിയതാ. നീ എന്നോട് ക്ഷമിക്ക. സച്ചു, നീ എന്താ എന്നെ വിളിച്ചേ? മനു, എനിക്കറിയാം നീ ഓക്കെ അല്ലെന്ന്. എങ്ങനെയാണ് അതിനൊക്കെ ഇങ്ങനെ പിടിച്ചിരിക്കാൻ പറ്റുന്നത്? ശിവ, അവിടെ എന്റെ പ്രശ്നം നിനക്കറിയാലോ സച്ചു. ഞാനോടും പണ്ട് എങ്ങനെയായിരുന്നെന്ന്, ഏത് രീതിയിലായിരുന്നെന്ന്. സ്നേഹമാണെങ്കിലും വഴക്കാണെങ്കിലും അടിപിടിയാണെങ്കിലും അന്നൊക്കെ എന്ത് രസമായിരുന്നു. പക്ഷെ ഇപ്പൊ നീ ഒന്ന് ആലോചിച്ച് നോക്ക്. എന്തിനു വേണ്ടിയാ, ആർക്ക് വേണ്ടിയാ പരസ്പരം ഇങ്ങനെ? എന്റെ കല്യാണക്കാരി പറഞ്ഞ അന്ന് തൊട്ടാ ഈ പ്രശ്നങ്ങൾക്കൊക്കെ തുടക്കമായത്. ഡാ, ഇനി അത് കോർത്തിട്ട് എന്താ കാര്യം? നീ ഇങ്ങനെ സങ്കടപ്പെടല്ലേ. പിന്നെ ഞാൻ നിന്നോടൊരു കാര്യം ചോദിക്കുക. ഏതേലും പ്രശ്നത്തിൽ എങ്ങനെയാണേലും നീ അവിടെ ഉപേക്ഷിക്കില്ലല്ലോ. നിനക്കറിയാലോ, അതോടെ താങ്ങാനുള്ള ശേഷി അതവക്ക് കാണില്ലടാ. നീ അവളോടൊന്ന് മുഖം കറുപ്പിച്ച അതവക്ക് സഹിക്കാൻ പറ്റില്ലടാ. അത് മാത്രമല്ല, അവളിനി ഇതൊക്കെ അറിയുമ്പോ എങ്ങനായിരിക്കും എന്റെ മോളോടുള്ള പെരുമാറ്റം എന്ന് എനിക്ക് അറിയത്തില്ല. ആ കൂട്ടത്തിൽ നീയും കൂടെ അവളെ. എടാ, നീ എന്തൊക്കെ ഈ പറയുന്നേ? എനിക്ക് അവളെ നന്നായിട്ട് അറിയാം. പിന്നെ ഞാൻ അവളോട് ഇങ്ങനെയൊക്കെ പെരുമാറുന്നുണ്ടെങ്കിൽ അതിന് എനിക്ക് എന്റേതായ കാരണങ്ങളുണ്ട്. മാത്രമല്ല ദിയ, അവളെ എനിക്ക് ഇഷ്ടവാ. കാലടി പാടും